Good morning. Okay. Yes. നമ്മുടെ 6th മോഡ്യൂളിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ചാപ്റ്റർ 2 ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു വെച്ചു എന്താണ് എന്നുള്ളത്. എന്താണ് ചാപ്റ്റർ 2ന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. ഒരു അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായിട്ടുള്ള ഒരു വ്യൂവില്, അഡ്മിനിസ്ട്രേഷൻ വ്യൂവില് ഈ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും അതിന്റെ പരിപാലനം. Operation and maintenance of hospital in administration view. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് തന്നെ എന്താണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലെ. വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്? നമുക്കറിയാം ഒരു പ്രവർത്തനങ്ങളുടെ ഇപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ പല പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്, അതിന്റെ മാനേജ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങള് ഒക്കെ എങ്ങനെയാണ്, എന്താണ് നമ്മൾ ആ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നോക്കിയേ, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ റെഫേഴ്സ് ടു എന്താണ് ഓവർസീയിങ് ദ ഡേ ടു ഡേ പ്രാക്ടീസ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താ പറഞ്ഞേക്കുന്നേ? ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുകയാണ്. ദ ഡേ ടു ഡേ പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു മേൽനോട്ടം അല്ലെ, അതിനെയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. That impact the client experience and organizational goals. അതായത് ക്ലയന്റ് എന്ന് പറഞ്ഞ ആരവിടെ? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന്റെ അനുഭവങ്ങള്, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഗോൾ ഉണ്ടല്ലോ, ലക്ഷ്യങ്ങള്, ഓർഗനൈസേഷന്റെ ഗോൾസ്, ക്ലയന്റ് എക്സ്പീരിയൻസിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു മേൽനോട്ടത്തിനെയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ആ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഫുള്ള് ഇല്ലെങ്കിലും നമുക്ക് അത്ര ഒന്ന് നോട്ട് ചെയ്തിടാം. എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ റെഫേഴ്സ് ടു ഡാഷ്. എന്താണ് ഓവർസീയിങ് ദ ഡേ ടു ഡേ പ്രാക്ടീസ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിനമായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എന്താണ് ഒരു മേൽനോട്ടം, അതിന് മേൽനോട്ടം വഹിക്കുന്നതിനെയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്. Okay. These practices are typically broken down into 3 components. ഈ പ്രാക്ടീസുകളെ നമുക്ക് 3 കമ്പോണൻസ് ആയിട്ട് നമുക്ക് വിഭജിക്കാം. അല്ലെങ്കിൽ 3 ഘടകങ്ങളായിട്ട് നമുക്ക് ഈ പ്രാക്ടീസുകളെ, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇതിനെ നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങള്, ലീഗൽ. എത്ര കാറ്റഗറിയിൽ നമുക്ക് തിരിക്കാം? 3 കാറ്റഗറി അല്ലെ. The practices are typically broken down into 3 components. എത്രയായിട്ട് തിരിക്കാം? നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെ നമുക്ക് 3 തരത്തില് നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ. ഓക്കെ, അത് 3 ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇനി അടുത്തത് അതിന്റെ 3 ഡീറ്റെയിൽ ആണ്. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ എന്താ? സാമ്പത്തിക കാര്യങ്ങൾ അല്ലെ, സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ആ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ. ഓക്കെ, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻവോൾവിംഗ് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്? മാനേജിങ് ക്ലൈമുകൾ കൈകാര്യം ചെയ്യുക അല്ലെ. പേഷ്യൻസിനാണെങ്കിലും ക്ലൈമുകളൊക്കെ ഉണ്ടാവും, മെഡിക്കൽ പോലുള്ള ക്ലൈമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ക്ലൈമുകൾ മാനേജ് ചെയ്യുക. മെഡിക്കൽ ബില്ലിംഗ്, അവരുടെ ബില്ലിംഗ് സെറ്റ് ചെയ്യുക. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, അവരുടെ വരുമാനം, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള റവന്യൂ
അതിന്റെ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഎംബേഴ്സ്മെന്റ്. റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചടവ്. റീഎംബേഴ്സ്മെന്റ് അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോഴൊക്കെ ഒരു സർജറിയോ ഇതൊക്കെ വരുമ്പോഴൊക്കെ നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് അവിടെ കെട്ടിവെക്കും അല്ലെ? നമ്മളൊരു ഇത്ര രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ കെട്ടിവെക്കും, ഹോസ്പിറ്റലിൽ കെട്ടിവെക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ അത്രയും ചിലപ്പോ എമൗണ്ട് ആയില്ലെങ്കിൽ ബാക്കിയുള്ള ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും നമുക്ക് അല്ലെ? മൊത്തം എത്ര രൂപയാവുമെന്ന് അറിയില്ല. അപ്പൊ മൊത്തം നമ്മളൊരു രൂപ അവിടെ അടച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാറാകുമ്പോഴത്തേക്കും ബാക്കി തുക നമുക്ക് തിരിച്ചു തരും. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചടവുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? മാനേജിങ് ക്ലയൻസ്, മെഡിക്കൽ ബില്ലിംഗ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഎംബേഴ്സ്മെന്റ്. ഇതെല്ലാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ക്ലിയർ ആയില്ലേ? ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ്. ഇനി ഭരണപരമായിട്ടുള്ള ടാസ്കുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് മേ ഇൻക്ലൂഡ്. ഇനി ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ടാസ്കുകളിൽ വരുന്ന ഏതാ? കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്. മെഡിക്കൽ ആയിട്ടുള്ള പിന്നെ അതുപോലെ ഓഫീസ് സപ്ലൈകളുടെ ഒക്കെ ഡീറ്റെയിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക അല്ലെ? എല്ലാം റെക്കോർഡിക്കലി നമ്മൾ വേണം. എത്ര സാധനങ്ങളുണ്ട്, സപ്ലൈകളുണ്ട്, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എത്രയുണ്ട്, ഓരോ സെക്ഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും നമ്മളുടെ ഒരു ഡീറ്റെയിൽ റെക്കോർഡ് ആ ഹോസ്പിറ്റലിൽ വേണം അല്ലെ? അത് കീപ്പ് ചെയ്യണം. ദെൻ ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്. എന്തോരം എംപ്ലോയീസ് ആണ് ഹോസ്പിറ്റലിൽ? ഹൈ ലെവലിൽ തുടങ്ങി ഏറ്റവും താഴെ ബോട്ടം ലെവലിൽ വരെയുള്ള ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്. അവരെ ഷെഡ്യൂളിംഗ് ചെയ്യണം അല്ലെ? കറക്റ്റ് ടൈമില്. ഇപ്പൊ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിലും അതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും നമ്മൾ കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിനെ ഷെഡ്യൂൾ ചെയ്യുക. Then responding to questions from staff and customers. കണ്ടോ? ഇനി എന്താ? സ്റ്റാഫിന്റെ, കസ്റ്റമേഴ്സ് അതായത് പേഷ്യൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസിനെ, അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? മറുപടി അതിനോട് പ്രതികരിക്കണം, റെസ്പോണ്ട് ചെയ്യണം അല്ലെ? അതിനൊക്കെ നമ്മള് PROയ്ക്കില്ലേ ഹോസ്പിറ്റലില്? അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോ ഇങ്ങനെ സ്റ്റാഫുകളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസിനോട് എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം, അതിനോട് പ്രതികരിക്കണം. കറക്റ്റ് ഉചിതമായിട്ടുള്ള അവരുടെ സംശയങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള എന്താ പറയാ ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണം, ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം. Then and updating patient records. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പുതുക്കുക. അപ്ഡേറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പുതുക്കുക. അപ്പൊ അത്രയും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൽ വരുന്നതാണ്. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്തിടുക. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളിൽ ഉൾപ്പെടുന്നത് അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് അവര് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൽ വരുന്ന എന്തൊക്കെയാണ്? നമ്മൾ റെക്കോർഡ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ് അതിന്റെ ഡീറ്റെയിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഷെഡ്യൂളിംഗ് എംപ്ലോയീസിനെ ഷെഡ്യൂൾ ചെയ്യുക. ഈ പേഷ്യന്റിന്റെ സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്തൊക്കെ? പുതുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റിംഗ് പേഷ്യൻസ് റെക്കോർഡ്സ്. ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ. യെസ്. ഇനി അടുത്തതാണ് ലീഗൽ. ഓക്കെ, ലീഗൽ ആയിട്ടുള്ളത് എന്താണ്? നിയമപരമായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏകദേശം ഒരു ലോയിലൊക്കെ ഒരു പ്രൊസീജിയറിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ ലീഗൽ വശങ്ങള്. ലീഗൽ പ്രാക്ടീസ് യൂഷ്വലി റിവോൾവ് അറൗണ്ട് കംപ്ലൈന്റ്സ് ആൻഡ് ക്രിഡൻഷ്യലിംഗ്. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാലിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ആൻഡ് ക്രിഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞാൽ അധികാരം. അതായത് അവിടെ ഒരു ഹോസ്പിറ്റലിലെ ഒരു പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്
അപ്പൊ എന്താ വെച്ചാൽ അവരുടെ ആ ഒരു അധികാരങ്ങള് അല്ലെങ്കിൽ ആ അധികാര പാലനം ഒക്കെ ആയിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് റിവോൾവ് അറൗണ്ട്. ഏതിന് റിവോൾവ് ചെയ്യുന്നതാണ്? കംപ്ലൈന്റ്സ് ആൻഡ് ക്രെഡൻഷ്യലിംഗ്. അവരുടെ അധികാരം, അവരുടെ റൂൾസ് അല്ലെങ്കിൽ പോളിസി ആൻഡ് പ്രൊസീജിയറിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ഇതുണ്ട്. ഇപ്പൊ മോർച്ചറിയിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു, അവിടെ നമ്മൾ ക്ലെയിം ചെയ്യാത്ത ബോഡീസ് 72 hours അവിടെ അത്രയും നമ്മൾ ഒരു നമുക്ക് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം. അതിനുശേഷം ആരും വന്നില്ല, ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അത് ആ ഒരു ഇതനുസരിച്ച് തന്നെ അത് ബറി ചെയ്യാനുള്ള ഒരു അധികാരം ഹോസ്പിറ്റലിനുണ്ടെന്ന് പറഞ്ഞു. അത് ഏത് സെക്ഷനിൽ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഹോസ്പിറ്റലില് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ വെച്ചിട്ട് വേണം അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അല്ലാതെ ഒരാൾക്കുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ ലീഗൽ പ്രാക്ടീസ് എന്തിനു ചുറ്റിപ്പറ്റിയാണ്? അവിടുത്തെ ഹോസ്പിറ്റലിലെ പാലനവും അവിടുത്തെ അധികാരത്തെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. പോളിസി ആൻഡ് പ്രൊസീജിയറിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ലീഗൽ പ്രാക്ടീസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൊത്തം നമ്മൾ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് തിരിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളുണ്ട്, ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്. ലീഗൽ ആയിട്ടുള്ള വശങ്ങളുണ്ട്. ക്ലിയർ ആയോ ഇത് മൂന്നും? ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ചാപ്റ്റർ? ആണോ? അതിപ്പോ എല്ലാം ഇത് അങ്ങനെയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് HL പഠിച്ചില്ലേ, ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളൊക്കെ നല്ല സിമ്പിൾ ആയിരുന്നു. തേർഡിലേക്ക് ഫോർത്തിലേക്ക് വന്നപ്പോ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി അല്ലെ? ചാപ്റ്റർ ഇച്ചിരി വലുതായിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അല്ലെ, കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക, അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അത് ഏത് ഇതിലും അതെ, ആദ്യത്തെ അവര് കുഞ്ഞത് തരും നമുക്ക് പെട്ടെന്ന് എളുപ്പമുള്ള. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ അടുത്ത കൂടി ഇച്ചിരി കൂടി വലിയ ബുദ്ധിമുട്ടല്ല, എങ്കിലും നമുക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റിയതുപോലെ അത്രയും ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ടഫിലേക്ക് നമ്മൾ പോണേട്ടോ. ഒരുപാട് ടഫ് അല്ല. ക്ലാസ് ഗൈഡ് ഉണ്ടാകുമോ? ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും ഒത്തിരി കുട്ടികള് ഈ ലൈവിന് കുറച്ച് പേരല്ലേ കയറണുള്ളൂ. ക്ലാസ് കാണാൻ പറ്റാത്ത, റെഗുലർ ആയിട്ട് നമുക്ക് റെക്കോർഡ് ഒക്കെ കാണാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ആ ഗൈഡ് നമ്മൾ HL ചെയ്തത്. അപ്പൊ ഇതുപോലെ ഉണ്ടാവാം. അപ്പൊ എന്തായാലും അതിന്റെ ഇത് നിങ്ങൾക്ക് തരും, ഇവിടെ ഇൻഫർമേഷൻ തരും കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾക്ക് കറക്റ്റ് ആണ് അവർക്ക് ഗൈഡിന്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ മാത്രം വാങ്ങാതുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നവർക്ക് വലിയൊരു കാര്യമാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എഴുതി മാർക്ക് മേടിക്കുക മാത്രമല്ലല്ലോ, നമുക്ക് ആ ഒരു ലെവലില് നമുക്കൊരു എന്താ പറയാ അല്ലെ, ലൈവ് ക്ലാസ്സിൽ കയറുന്നവർ അങ്ങനെയല്ലേ, എക്സാമിന് മാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത് മാത്രമല്ല കാര്യം, ആപ്ലിക്കബിൾ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ എന്ത് ചെയ്യും, അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓവറോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഗൈഡ് എന്തെങ്കിലും ഗൈഡ് ഉണ്ടെന്ന് വിചാരിച്ച് ക്ലാസ്സിൽ കയറുന്നവര് കയറണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കയറുക, അതിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കൊക്കെ അറിയിക്കും ഗൈഡ് ഉണ്ടെങ്കിൽ. അപ്പൊ പറ്റുന്നവർക്ക് വാങ്ങാം, എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഇനി അപ്പം നമ്മൾ 3 തരത്തില് നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ലീഗൽ ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കണേ? Essentially, those who work in healthcare operation management focus on overseeing the facility and the staff function, which play a vital role. Vital എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രധാനമായ vital role in the delivery of care.
ഇനി അടുത്ത എന്താ എസെൻഷ്യലി അടിസ്ഥാനപരമായിട്ട് those who work in healthcare operation management മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് അടിസ്ഥാനപരമായി എന്തിനെ ഫോക്കസ് ചെയ്തേക്കണേ? ഫോക്കസ് ഓൺ ഓവർസീയിങ് ദ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി സൗകര്യങ്ങള് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങള് സ്റ്റാഫ് ഫംഗ്ഷൻ. അപ്പൊ അതിനകത്ത് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് മെയിൻ ആയിട്ട് അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത് ആ ഫെസിലിറ്റി പരിശോധന നൽകുന്നത് സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആ സൗകര്യങ്ങള് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളുടെയും എന്താ മേൽനോട്ടം വഹിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നേ? സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെയും ആ ഫെസിലിറ്റിനെയാണ് ഓവർസീയിങ് ദ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ അതിനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതെന്താ? വിച്ച് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ഡെലിവറി ഓഫ് കെയർ. അല്ലെ, നമ്മൾക്ക് ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മള് ആ കെയർ പരിചരണം കൊടുക്കുന്നതില് നമ്മള് എന്താ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ്. അവിടുത്തെ സൗകര്യങ്ങൾ ഫെസിലിറ്റി അല്ലെ, നമ്മളിപ്പോ ഒരു നല്ലൊരു കെയർ കൊടുക്കണം. ഒരു നല്ലൊരു പരിചരണം നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു കെയർ ഡെലിവറി ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വേണ്ടേ? എനിക്കിപ്പോ എന്താ പറയാ നല്ല കെയർ കൊടുക്കണമെന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും, പക്ഷെ അവിടെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെയുള്ള നല്ലൊരു കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുപോലെ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും കുറെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റാഫുകളൊന്നും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഇത് കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഏതൊക്കെയാ? അവിടത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും എന്താ ആ പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങള്. പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കുന്നതിന് നമ്മള് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ സൗകര്യങ്ങളും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നതിന് സുപ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ മേൽനോട്ടമാണ് ശരിക്കും ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്തേക്കുന്നേ. കണ്ടോ? അപ്പൊ അതായത് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഫെസിലിറ്റിനെ ഫോക്കസ് ചെയ്താലാണ് നല്ല ഫെസിലിറ്റി കൊടുത്താലാണ് അതിനനുസരിച്ച് നല്ല കെയർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ അതുപോലെ സ്റ്റാഫിന്റെ ഫങ്ഷൻസും അവര് മേൽനോട്ടം വഹിക്കണം അല്ലെ. അതിനെയാണ് അവര് ആ രണ്ട് കാര്യങ്ങളിലുമാണ് അവര് ഫോക്കസ് ചെയ്തേക്കണേ. മനസ്സിലായോ? ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നു? ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫെസിലിറ്റിയുടെയും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെയുമാണ് അവര് മേൽനോട്ടം വഹിക്കുന്നത്. അതിനെയാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഫെസിലിറ്റി അത് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം അതിനെയാണ് ആ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതെന്താ? ആ രണ്ട് കാര്യങ്ങളും എന്തിനു വേണ്ടിയാ? നല്ല കെയർ കൊടുക്കുന്നതിന്, പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണത്. ഫെസിലിറ്റിയും സ്റ്റാഫിന്റെ ഫങ്ഷൻസും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളിലാണ് ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് അവിടെ വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ പാരഗ്രാഫ്? അത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ് നമ്മള്. The importance of operations management in healthcare. Importance of operation management in healthcare. ഒരു ഹെൽത്ത് കെയറില് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്?
ഹെൽത്ത് കെയറില് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു മേൽനോട്ടം വലിയൊരു കാര്യമാണ് ഹെൽത്ത് കെയറില്. ഓരോ സെക്ഷനിലുള്ള ആൾക്കാർ അവർക്ക് തോന്നിയ രീതിക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഇതുണ്ടോ? അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം. അപ്പൊ നമ്മൾ എന്താ പറയാ, അഡ്മിനിസ്ട്രേഷനാണ് അത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും ഇന്ന കാര്യങ്ങളാണ് അവിടെ. അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ ഒരു മാനേജ്മെന്റ് ഹെൽത്ത് കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആ ഒരു പാരഗ്രാഫ് ഒന്ന് നോക്കി നിങ്ങൾ. The importance of operation management in healthcare cannot be overstated. Overstated എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് പറയാൻ പറ്റില്ല, അമിതമായി പറയാൻ കഴിയില്ല. അതായത് ഹെൽത്ത് കെയറില് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ കഴിയില്ല. മനസ്സിലായോ? പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓവർ സ്റ്റേറ്റഡ്, അമിതമായി പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ആസ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് ഇൻക്രെഡിബിളി ഡൈവേഴ്സ്. എന്താണ് ഇൻക്രെഡിബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിശ്വസനീയമാംവിധം, അതായത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. ഡൈവേഴ്സ് എന്താണ്? വൈവിധ്യമാർന്നതാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം വൈവിധ്യമാർന്നതാണ്. അത് ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ അല്ലെ. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ് ഡൈവേഴ്സ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അവിശ്വസനീയമായ രീതിയിൽ എന്താ വൈവിധ്യമാർന്നതാണ് ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് ഒരു വാക്കുകൾ കൊണ്ടോ 2 വാക്കുകൾ കൊണ്ടോ ഒന്നും പറഞ്ഞ് നമുക്ക് അതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമിതമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്താണ്? വൈവിധ്യമാർന്നതാണ് അല്ലെ. പല സെക്ഷനിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു 1-2 വാക്കുകളിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. ആൻഡ് ദ ഓപ്പറേഷൻ ഓഫൺ റിക്വയർ എ യൂണിക് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ എ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. ഇനി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു യൂണിക് സൊല്യൂഷൻ ആവശ്യമാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ എ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. പല ഘടകങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും അവിടെ ഒരു പ്രവർത്തനത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ നമുക്കത് കാണേണ്ടി വരും. അപ്പൊ നമുക്ക് ആ ഓൺ ദ സ്പോട്ട് എന്നൊക്കെ നമ്മൾ പറയൂലേ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒരു പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആ പല ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സവിശേഷമായ പരിഹാരങ്ങൾ ആവശ്യമായി വരുന്നത് കൊണ്ട്. അല്ലാതെ നമ്മളൊരു ഇതുപോലെ നമുക്ക് ഇന്ന കാര്യം ചെയ്യാം അങ്ങനെ ഓൾറെഡി ഫിക്സ്ഡ് അല്ല അവിടെ. അപ്പൊ ആ ഫാക്ടേഴ്സിനെ അവിടത്തെ അപ്പത്തെ ഓൺ ദ സ്പോട്ട് അവിടെ എന്താണ് ആ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടത്തെ പല ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സവിശേഷമായിട്ടുള്ള പരിഹാരങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചൊരു എക്സാമ്പിൾ പറയണ്ട. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇഫ് യു ആർ ആൻ അർജന്റ് കെയർ ക്ലിനിക്, നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ, അർജന്റ് കെയർ ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താ? അർജന്റ് കെയർ ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് ആ ഒരു സംവിധാനങ്ങൾ കൊടുക്കണം അല്ലെ. ഇപ്പൊ നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് the way you operate
is different than that of an assisted living facility. Assisted living facility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ളവരോ ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡിൽ നിൽക്കുന്ന ആളുകളോ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉള്ളവർക്കൊക്കെ അവർ അങ്ങനെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്കോ ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെയുള്ള ഒരു ഭവന സൗകര്യമാണ് ഈ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇനിയുള്ള കാലം അവർക്ക് ജീവിക്കാനായിട്ടുള്ള നമ്മൾ പറഞ്ഞല്ലോ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ അവർക്ക് ഇനിയുള്ള കാലത്ത് എന്താ കൂടുതൽ എന്റർടൈൻമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയിൽ കൊടുക്കുന്നതിനേക്കാളും അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയേക്കാളും വ്യത്യാസമാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്. നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ ഈ അസിസ്റ്റന്റ് ലിവിംഗ് കെയർ ഫെസിലിറ്റിയിലേക്കായും അവരുടെ പ്രവർത്തനങ്ങളെക്കായും എന്താണ് നമ്മുടെ ആ വേ ടു ഓപ്പറേറ്റ്, നമ്മുടെ ആ പ്രവർത്തന രീതി വ്യത്യാസമായിരിക്കും. നമ്മൾ പ്രവർത്തിക്കുന്ന രീതി ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയിലേക്കായും എന്താണ് വ്യത്യാസമായിരിക്കും. മനസ്സിലായോ? നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ എന്താണ് അവിടെ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി അവര് കൊടുക്കുന്ന ആ സൗകര്യങ്ങളെക്കായും അതിൽ നിന്നും നമ്മുടെ പ്രവർത്തന രീതി വ്യത്യാസമായിരിക്കും. എന്താ അപ്പൊ കുറച്ചും കൂടി അല്ലെ അതിനേക്കായും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അസിസ്റ്റന്റ് ലിവിംഗ് ഫെസിലിറ്റിയിലേക്കായും നമ്മുടെ ആ പ്രവർത്തന രീതി വ്യത്യസ്തമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ഏകദേശം ഒരു മനസ്സിലേക്ക് ഒരു ആശയം കിട്ടിയോ ആ ഒരു പാരഗ്രാഫിന്റെ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിന് പ്രത്യേകം ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് അതിൽ വേറെ ഒന്നും അധികം അണ്ടർലൈൻ ചെയ്യാനും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ദാറ്റ് സപ്പോർട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് വേരി വൈഡ്ലി. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് what each solution offers and how it suits your needs and customer base. Okay, and ഒരു ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്പറേഷൻസ് ദാറ്റ് സപ്പോർട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതായത് ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ. അതായത് ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ്. ഇപ്പൊ എല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിലാണല്ലേ, ഒത്തിരി ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പൊ നമ്മള് നേരെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചതാണ് ഈ ഹോസ്പിറ്റലിലെ അല്ലെ. കമ്പ്യൂട്ടർ ബേസിക്കിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. പല ലെവലിലും അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഓരോ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മുടെ എന്താ പറയാ ഓപ്പറേഷൻ മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യാണ് അല്ലെ. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി എളുപ്പമാക്കാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷനുകൾ എന്താ വേരി വൈഡ്ലി വ്യാപകമായിട്ട് വ്യത്യാസപ്പെടുന്നു. ഒരേപോലെയല്ല, അതിന് പല ആപ്ലിക്കേഷനാണ് നമ്മള്. ഓരോ സോഫ്റ്റ്വെയറുകളും പല സ്ഥലങ്ങളിലും അതിന്റെ ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട് അല്ലെ. പല ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് what each solution offers and how it suits your needs and customer base. അതിനാണ് ഓരോ സൊല്യൂഷനും എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്, അത് നമ്മുടെ ഒരു സൗകര്യങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ആ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടിത്തറ ബേസിനും എങ്ങനെ അനുയോജ്യമാണെന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് അത്യാവശ്യമാണ്. അപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓപ്ഷൻ എന്താ വ്യാപകമായി വ്യത്യാസപ്പെടുന്നു. അത് പല ആപ്ലിക്കേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഓരോ സൊല്യൂഷനും എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്,
ഓരോ സോഫ്റ്റ്വെയറുകളും അതിന്റെ സൊല്യൂഷനും എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നതെന്നും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്രമാത്രം അത് സ്യൂട്ടാണ്, അത് എങ്ങനെ അനുയോജ്യമാണ് എന്നും ഹൗ ഇറ്റ് സ്യൂട്ട് യുവർ നീഡ്സ് ആൻഡ് കസ്റ്റമർ ബേസ്, ഒരു കസ്റ്റമറിന്റെ ബേസ് ഒരു അടിത്തറയ്ക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും എങ്ങനെ അത് അനുയോജ്യമാണ് എന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന്റെ ആശയം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇനി നോക്കി, proper operation management can help you overcome a variety of obstacles. Obstacles എന്ന് പറഞ്ഞ തടസ്സങ്ങൾ. എഴുതി വെച്ചേ, തടസ്സങ്ങൾ. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്തിനു നമ്മളെ സഹായിക്കും? ക്യാൻ ഹെൽപ്പ് യു ഓവർകം എ വെറൈറ്റി ഓഫ് ഒബ്സ്റ്റക്കിൾസ്, പല തടസ്സങ്ങളെയും നമുക്ക് മറികടക്കാൻ സഹായിക്കും. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, proper operation management can help you overcome a variety of obstacles. നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവർത്തന മാനേജ്മെന്റ് നമ്മളെ പല തരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ മറികടക്കാൻ സഹായിക്കും. അല്ലെ, നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല തടസ്സങ്ങളും, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പല തടസ്സങ്ങളെയും നമുക്ക് മറികടക്കാൻ പറ്റും. അല്ലെ, പ്രോപ്പർ ആയിട്ട് നമ്മളത് മാനേജ് ചെയ്യുകയാണെങ്കിൽ. അല്ലെ, ഇപ്പൊ നിങ്ങളുടെ എക്സാം വന്നു, ഒരു എക്സാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാണ്. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു, അതിന്റെ നമ്മൾ കുറച്ച് പഠിച്ചു, അല്ലെ, എന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്തു, സെക്കൻഡ് മൊഡ്യൂൾ, അങ്ങനെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ നല്ല സിമ്പിൾ ആയിട്ട് എഴുതാം. ഇത് ഒന്നും ചെയ്യാതെ ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നേ. അല്ലെ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലോ നമ്മളെല്ലാം നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ട്. അല്ലെ, നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? അല്ലാതെ ഓരോ ദിവസവും നമ്മൾ തോന്നിയ രീതിയിലാണോ? ഇപ്പൊ നിങ്ങൾ തന്നെ പിള്ളേരെ സ്കൂളിലേക്ക് വിടുക രാവിലെ, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ പോവുകയാണ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തടസ്സം ഉണ്ടാവില്ല. അല്ലെ, സ്കൂൾ ബസ് വരുന്ന സമയത്ത് തന്നെ കൊച്ചിനെ റെഡിയാക്കി നമുക്ക് അവിടെ നിർത്താം. അതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് വേണം? ഒരു അടക്കും ചിട്ടയും ഒക്കെ വേണം. അല്ലെ, അത് നമ്മളെ സംബന്ധിക്കുന്നത് നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ ബേസ് ചെയ്തിട്ടില്ല കേട്ടോ, അല്ലാതെ ഞാൻ പറയാണ്, നിങ്ങൾ വീട്ടമ്മമാരാണ്, പകുതി പേര് പഠിക്കുന്നവരുണ്ട്, പല ഇതിനകത്ത് ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിലും നമ്മൾ ഏതൊരു ഇതിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് വേണം. രാവിലെ എണിച്ചു നമ്മൾ ഇന്ത്യന്റെ കാര്യങ്ങൾ, അത് നമ്മളോട് ആരും പറയണ്ട. അല്ലെ, നമ്മൾ 1-2 ദിവസം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓരോ നമ്മുടെ ടൈം നോക്കി, അല്ലെ, ക്ലോക്ക് നോക്കിയിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ബാക്കി കാര്യങ്ങൾ, അങ്ങനെ ഒരു ഓർഡറുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെ, നമുക്കത് എന്താ പറയാ, എത്ര ബുദ്ധിമുട്ട്, ഇപ്പൊ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അത് മര്യാദയ്ക്ക് നമ്മളതൊരു കറക്റ്റ് ആയിട്ടൊരു മാനേജ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അതിനൊക്കെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രവർത്തനം, ഓപ്പറേഷൻ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ തോന്നിയ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ വലിയ ഇതുണ്ടാവില്ല. അതാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞതിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഡോക്ടറായ നമ്മൾ മെഡിസിൻ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നേഴ്സിംഗ്, ഫാർമസിസ്റ്റ്, ഇങ്ങനെ. പക്ഷെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ മാനേജ്മെന്റ് ആണ്. എല്ലാ സെക്ഷനിലും നമ്മൾ അധികാര മേഖലകളിലും നമ്മൾ കൈകടത്തലാണ്. എല്ലാ പ്രവർത്തനങ്ങളും ക്ലിയറായിട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ പഠിക്കുന്നതാണ്. അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആ ഗ്രോത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, അവർ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ല. ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുന്നിലുള്ള ഹോസ്പിറ്റലിലുള്ള അവരുടെ പല തടസ്സങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മറികടക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് എല്ലാവരും.
Proper operation management can help you overcome a variety of obstacles. Obstacles എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. So അതുകൊണ്ട് എന്താ, you can provide excellent customer service at every interaction. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? So you can provide excellent customer service. അല്ലെ, കസ്റ്റമർ സർവീസ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് മുതല് നമ്മള് എന്താ പറയാ, കസ്റ്റമറിനെ, നമ്മുടെ പേഷ്യന്റിനെ ഒരു മാനേജ് ചെയ്യുക, അല്ലെ, നല്ലൊരു സർവീസ് കൊടുക്കുക, നല്ലൊരു സേവനം കൊടുക്കുക. എവരി ഇന്ററാക്ഷൻ, എല്ലാ ഇന്ററാക്ഷനിലും, എല്ലാ ഇടപെടലുകളിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലൊരു കസ്റ്റമർ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലേ? അതായത് നമുക്ക് അതുവഴി നമുക്ക് ആ ഒരു പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ്, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, ഒരു തടസ്സങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് എല്ലാ ഒരു ഇന്ററാക്ഷനിലും നമുക്ക് എന്താ, നല്ലൊരു കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, so you can provide excellent customer service at every interaction. ഓരോ ഇന്ററാക്ഷനിലും, കസ്റ്റമറുമായിട്ടുള്ള ഓരോ ഇന്ററാക്ഷനിലും നമുക്ക് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. The right solution can eliminate manual process to save you both the time and money. Okay, the right solution, ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? Can eliminate ചെയ്യാം മാനുവൽ പ്രോസസ്. നമ്മുടെ മാനുവൽ പ്രോസസ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതായത് and okay, to save you both the time and money. നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, നമ്മുടെ പൈസ ലാഭിക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു മാനുവൽ പ്രോസസ്സ്, നമ്മൾ ഇടപെടുന്ന ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും, അല്ലെ? ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. നമ്മൾ പിന്നെ ആ സൊല്യൂഷൻ അന്വേഷിച്ച് നടന്ന് അതിനുള്ള ഇത് ആലോചിച്ച് നമുക്ക് സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അല്ലെ? നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഒരു റൈറ്റ് സൊല്യൂഷൻ, ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ടൈം ലാഭിക്കാം, നമ്മുടെ പൈസ ലാഭിക്കാലോ, അല്ലെ? നമ്മൾ പിന്നെ അത് അന്വേഷിച്ച് നടന്ന് പോണ്ട ആ കാര്യം, നമ്മുടെ ആ എഫേർട്ട്, അല്ലെ? നമ്മുടെ പൈസ ലാഭിക്കാം. അതുപോലെ തന്നെ മാനുവൽ പ്രോസസ് എലിമിനേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ, നമ്മളല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യണം. പിന്നെ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ നടക്കണം. നമ്മുടെ ആ ഒരു മാനുവൽ, നമ്മുടെ ആ ഒരു കാര്യം, നമ്മുടെ കൈകടത്തില് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്യുന്നത്, the right solution can eliminate manual process to save you both the time and money, and it can make HIPAA complaints easier and more consistent. HIPAA അവിടെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്, ഒന്ന് എഴുതി വെച്ചേ അവിടെ. HIPAA എന്താണ്? ഹെൽത്ത്, അവിടെ തന്നെ എഴുതിക്കോട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പി പറയുന്നത് പോർട്ടബിലിറ്റി. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി and accountability act. Health insurance portability and accountability act എന്ന് വെച്ചാൽ എന്താ, കേട്ടിട്ടുണ്ടോ? HIPAA ഡിപ്ലോമയിൽ ഉണ്ടായിരുന്നു. യെസ്, ശരിയാണ്, ഓർമ്മയുണ്ട് അല്ലെ? എന്താണ്? സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് ഹെൽത്ത് ഇൻഫർമേഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, നടപ്പിലാക്കിയിട്ടുള്ള ഒരു US ഫെഡറൽ നിയമമാണ് HIPAA. ഡീറ്റെയിൽ ഒന്നും വേണ്ട, സ്റ്റാൻഡേർഡ് ഫോം ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചെയ്ത് പഠിച്ചതാണ് അല്ലെ? അപ്പൊ അതിനകത്ത് എന്താ, പ്രൊട്ടക്റ്റഡ് പ്രോഗ്രാംസ്. ഓക്കെ, US ഫെഡറൽ നിയമമാണത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം.
HIPAA. അതിന്റെ എക്സ്പാൻഡഡ് ഫോം മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽ ഒന്നും ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കേ, ഇത് HI അതിന്റെ ഒപ്പം തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ആൻഡ് it can make HIPAA complaints easier and more consistent. HIPAA പാലിക്കുന്നതും പിന്നെ അതുപോലെ പാലിക്കല് കൂടുതൽ എളുപ്പമാക്കുകയും കൂടുതൽ കൺസിസ്റ്റന്റ് സ്ഥിരതയുള്ളതാക്കാനും കഴിയുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ശരിക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. റൈറ്റ് സൊല്യൂഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ മാനുവൽ പ്രോസസ് ഇല്ലാതാക്കാനും ടൈം ലാഭിക്കാൻ, പൈസ ലാഭിക്കാൻ, അതുപോലെ HIPAA കംപ്ലൈൻസ് പാലനം കൂടുതൽ എളുപ്പമാക്കാനും സ്ഥിരതയുള്ളതാക്കാനും കഴിയുന്നു. ആ ഒരു ലൈന് നോട്ട് ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമുക്ക് അതിന് എന്ത് വേണം, ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ് ക്യാൻ ഓൾസോ ഇംപ്രൂവ് സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എന്താ നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള ടൂളുകൾ കൊടുക്കണം അല്ലെ, ഉപകരണങ്ങൾ കൊടുക്കണം. ഇപ്പൊ നല്ല കെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ടൂൾസുകൾ വേണം. Implementing proper tools can also improve staff and client communication. Okay, promote more effective collaboration among healthcare providers and reduce or eliminate bottlenecks, which are തടസ്സങ്ങൾ. bottlenecks എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ in your workflow. എന്താ പറഞ്ഞേക്കുന്നത്, പ്രോപ്പർ ടൂൾ ക്യാൻ ഓൾസോ ഇംപ്രൂവ്. അപ്പൊ ശരിയായിട്ടുള്ള ടൂളുകള് നമ്മൾ എന്താ നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ്, ശരിയായിട്ടുള്ള ടൂളുകള് നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിനെ സഹായിക്കുന്നു, ഇംപ്രൂവ് സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താനായിട്ട്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊമോട്ട് മോർ എഫിഷ്യന്റ് കൊളാബറേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൊളാബറേഷൻ, സഹകരണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ കൂടുതൽ സഹകരണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്. ആൻഡ് റെഡ്യൂസ് ഓർ എലിമിനേറ്റ് bottlenecks in your workflow. നമ്മുടെ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങള് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സഹായിക്കും. പ്രോപ്പർ ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്, ഹോസ്പിറ്റലില് പ്രോപ്പർ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ടൂളുകൾ, എല്ലാ ഫെസിലിറ്റികളും ടൂൾസും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് എന്തിനൊക്കെ സഹായിക്കുന്നു, സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ സ്റ്റാഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിലുള്ള ഒരു സഹകരണം, അത് ഒരു ഫലപ്രദമായിട്ടുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്, പിന്നെ നമ്മൾ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങള് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സഹായിക്കും. അണ്ടർലൈൻ ചെയ്തിട്ട് അത് മൂന്നും അണ്ടർലൈൻ ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ് ക്യാൻ ഓൾസോ ഹെൽപ് ടു എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ABC ഓപ്ഷൻ കൊടുത്ത് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിലാണെങ്കിലും നമുക്ക് ഒരു സഹകരണം, അതും വലിയ കാര്യമല്ലേ. നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരാണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു സഹകരണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ എല്ലാ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഏത് ഇതാണെങ്കിലും നമ്മളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാം, ആ ഓഫീസിൽ ഇരിക്കുന്നവര് തമ്മിൽ ഒരു സഹകരണം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ എവിടെയാണെങ്കിലും അതാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി നിന്നാലാണ് ഏത് സ്ഥാപനത്തിനാണെങ്കിലും എന്തുണ്ടാവുള്ളൂ, ഒരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റാഫുകൾ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാഫും ക്ലയന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ വർക്ക് ഫ്ലോയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അത് ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ ഈ പ്രോപ്പർ ടൂൾസ് നടപ്പിലാക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയില്ല അത്രയും? ഓക്കെ ഓക്കെ, ഇന്ന് എവിടെയൊക്കെയോ ഒന്ന് മനസ്സിലേക്ക് ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു പ്രാവശ്യം തന്നെ ഒന്ന് വായിച്ചു വെക്കണം. ഇച്ചിരി ടഫാണ്, മറ്റതുപോലെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ച് ഇങ്ങനെ വെക്കാൻ പറ്റുന്നല്ല. നമ്മളൊന്ന് വായിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കാം.
ഇനി നമ്മൾ നോക്കാം ഇവിടെ നേരിടുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്, ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ് നോക്കിയേ. Efficient operation of hospital is one of the major concern area for the management team of any organization, as it involves multiple departments, numerous activities, and interconnected processes, involvement of staff at different levels, and more importantly, efficient use of scarce resources. ദുർബലമായിട്ടുള്ള വിഭവങ്ങൾ, എഫിഷ്യന്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, ദുർബലമായിട്ടുള്ള വിഭവങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം. മൊത്തത്തില് ഞാനൊന്ന് വായിച്ചു എന്നുള്ളൂ. ഇനി നോക്കിയാൽ എന്താണ് Okay, efficient operation of hospital is one of the major concern area for the management team of any organization. ഏതൊരു ഓർഗനൈസേഷന്റെ ആണെങ്കിലും ആ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക, കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്ക. ഓക്കെ, ഏത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഏതൊരു ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റ് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്കാ വിഷയമാണ് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാര്യക്ഷമമായിട്ടുള്ള ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിന്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്കാ വിഷയമാണ്. അല്ലെ, അവരെപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. അല്ലെ, ഒരു നല്ലൊരു പ്രവർത്തനങ്ങൾ കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ളതാണ് അവരുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റ് ടീമിന്റെ പ്രധാനപ്പെട്ട ആശങ്കാ വിഷയം. അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും. അല്ലെ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഒരു മാനേജ്മെന്റ് ടീം, ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്താണ് ആ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൾട്ട് വരാത്ത രീതിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആശങ്ക. മനസ്സിലായോ? അത് ഏതൊക്കെ ഉൾപ്പെടുന്നതാണ്, ഏതൊക്കെയാണ്? എന്താണ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ഹോസ്പിറ്റലില് എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ പഠിച്ചു, അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഏതാ? മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്, ന്യൂമറസ് ആക്ടിവിറ്റീസ്, ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങള്, ഇന്റർ കണക്റ്റഡ് പ്രോസസ്, ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രക്രിയകള് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അല്ലെ, വർക്ക് ഫ്ലോ നമുക്കറിയാം, ഓരോ സെക്ഷൻ പരസ്പരം ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങള് ഏതാണ് ഫാർമസിയിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മള് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ എത്ര ഇത് കൈകളിലൂടെ വന്നിട്ടാണ്, എത്രയോ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് അത് വാർഡിലേക്ക് പേഷ്യൻസിന്റെ കയ്യിൽ എത്തുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും എന്താണ് അവിടെ ഇന്റർകണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള പരസ്പര ബന്ധിതമായിട്ടുള്ള പ്രോസസ്സുകള്, ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റാഫ് അറ്റ് ഡിഫറെന്റ് ലെവൽ, പല ലെവലിലുള്ള സ്റ്റാഫുകളുടെ ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം, വിവിധ തലങ്ങളിലുള്ള സ്റ്റാഫിന്റെ പങ്കാളിത്തം. ഇതാണ് എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി എഫിഷ്യന്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള, അതായത് ദുർബലമായിട്ടുള്ള വിഭവങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം. അല്ലെ, നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ റിസോഴ്സുകള് നമ്മൾ മാനേജ് ചെയ്യണം. അത് ദുർബലമായിട്ട് എപ്പോഴും കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അപ്പൊ അങ്ങനെ ദുർബലമായിട്ടുള്ള വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം എന്നിവയെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട്, കേട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങള് എല്ലാം മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് മുതല്
പറയാണ് നമ്മള്. അപ്പൊ ഇത്രയും കാര്യങ്ങള് അവിടെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്കാ വിഷയമാണ് എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? വായിച്ചപ്പോ ഒരു വലിയ സെന്റൻസ് ആയിരുന്നു, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യം കുഞ്ഞു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് ലൈൻ ഇന്നൊന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. Efficient operation of hospital is one of the major concern area for the management team of any organization. അങ്ങനെ തന്നെ ചോദിക്കാം, മാനേജ്മെന്റ് ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക വിഷയം എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അത്രയും ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നോക്കിയേ, as a result of such diversity, the challenges are also diverse and fluctuating. എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ. Fluctuating intensity which require detailing and working at various level of the organization. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു പല ഡൈവേഴ്സ് ഉണ്ട്, പല സെക്ഷനുകൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെട്ട് അല്ലെങ്കിൽ വൈവിധ്യം മാറുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിന്റെ ഫലമായിട്ട് the challenges are also diverse. അപ്പൊ അവിടെ നേരിടുന്ന വെല്ലുവിളികൾ വ്യത്യാസമാണ് അല്ലെ? ഓരോ നമ്മൾ എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു. അപ്പൊ അതിൽ ഓരോന്നും നേരിടുന്ന ചലഞ്ചസ് നമ്മൾ പഠിച്ചില്ലേ അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ വൈസ് പഠിച്ചപ്പോൾ അവിടെ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഫോളോ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റില് എന്തൊക്കെ പ്രിഫറേജ് ഇതൊക്കെ നമ്മൾ പഠിച്ചില്ല. അങ്ങനെ ഓരോ പോർഷനുകൾ അങ്ങനെ ആ ഓരോ സെക്ഷൻ ഫോളോ ചെയ്യുന്ന ചലഞ്ചസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ഇത് എന്താ പറയാ, ഇത് ഈ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ വൈവിധ്യം മാറുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ചലഞ്ചസ് എന്താ? ഓൾസോ ഡൈവേഴ്സ്. അവിടെ വെല്ലുവിളികളും വ്യത്യാസമാണ്. എല്ലാം ഒരേ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഓരോ സെക്ഷൻ വൈസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പല ചലഞ്ചസും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ഇന്റൻസിറ്റി, അതിന്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കും. ആ ഇന്റൻസിറ്റിയിൽ തീവ്രതയുള്ളതുമാണ്. which require detailing and working at various level of the organization. ഇത് ഓർഗനൈസേഷന്റെ പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഡീറ്റെയില്, വിശദാംശങ്ങളും പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ഇപ്പൊ ഈ ചലഞ്ചസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചലഞ്ചസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനും കൂടി നമ്മൾ നോക്കണം അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ which require detailing and working at various level of the organization. ആ ഒരു ഓർഗനൈസേഷന്റെ പല തലങ്ങളിലുള്ള വർക്കിംഗ് പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഡീറ്റെയിൽ മനസ്സിലാക്കണം അല്ലേ? ഓരോ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ്, ഓർഗനൈസേഷന്റെ ഓരോ സെക്ഷനിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവിടെ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവിടുത്തെ വർക്കിംഗ് എന്താണ്, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, these challenges have a high impact on productivity. ഈ challenges എന്താണ്? ഹൈ ഇമ്പാക്ട്, വളരെ സ്വാധീനം ചെലുത്തും എന്തിന്റെ? പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമതയില്, എംപ്ലോയി എന്ന് പറഞ്ഞ മനോവീര്യം, എംപ്ലോയീസിന്റെ മനോവീര്യത്തില് അല്ലെ? അവർക്കൊരു നമ്മളൊരു ധൈര്യം വേണ്ടേ? അവർക്കൊരു ഒരു മനോവീര്യം അതില്. ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തിയിലൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ചലഞ്ചസ് വളരെയധികം സ്വാധീനം ചെലുത്തും. അതാണ് ചെയ്തത്. These challenges have a high impact on. അപ്പൊ ഇങ്ങനെ ഈ നമ്മൾ ഓപ്പറേഷൻ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് അവിടെ നമ്മൾ ഇത് നേരിടുന്ന വെല്ലുവിളി ചലഞ്ചസ് എന്തിലൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും? പ്രൊഡക്ടിവിറ്റിയില്, ഉത്പാദനക്ഷമതയില്, എംപ്ലോയീസിന്റെ മനോവീര്യത്തില്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയില് ഒക്കെ ഈ ചലഞ്ചസ് എന്ത് ചെയ്തു? വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കും അല്ലെ? അവര് ഇപ്പൊ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ? അവർക്ക് സംതൃപ്തരാണോ? അല്ല. എംപ്ലോയീസിനാണെങ്കിലും അവരുടെ മനധൈര്യം പോകും അവിടെ അല്ലെ? മനോവീര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ പ്രൊഡക്ടിവിറ്റി, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച സർവീസ്, ആ കൊടുക്കുന്ന സർവീസില് അല്ലെങ്കിൽ ആ ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ അതിനെ സ്വാധീനിക്കും
അണ്ടർലൈൻ ചെയ്യാട്ടോ മൂന്നെണ്ണം. ഹൈ ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസ് morale and the patient satisfaction. Okay, some of the operation issues that need to be addressed on a priority basis. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ചില പ്രവർത്തനങ്ങള് ഘടനാ അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. അപ്പൊ കുറേയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ചലഞ്ചസ് പറഞ്ഞ് ഇങ്ങനെ പഠിച്ചിട്ടില്ല. അതില് ചിലതിന് നമ്മൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുക്കണം. പ്രയോറിറ്റി, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. ചില പ്രവർത്തനങ്ങൾ അല്ലാതെ നമ്മൾ വലിയ ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിൽ അതിന് ആദ്യം പ്രധാനം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കും അല്ലെ. അപ്പൊ ചില പ്രശ്നങ്ങള് നമുക്ക് എന്ത് ചെയ്യണം, മുൻഗണനാ അടിസ്ഥാനത്തില് പ്രയോറിറ്റി ബേസില് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ചില പ്രശ്നങ്ങള് നമ്മള് മുൻഗണനാ ബേസില് പ്രയോറിറ്റി ബേസില് അവിടെ എന്ത് ചെയ്യണം, പരിഹരിക്കണം. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കി, ഓപ്പറേഷണൽ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റല് ഫേസ് ചെയ്യുന്ന പ്രവർത്തന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്, അവിടെ ഇമ്പോർട്ടന്റ് എന്ന് അടയാളപ്പെടുത്തി വെച്ചു. ആ ബബിൾസ് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ബബിൾസ്, ആ ബബിൾസിന്റെ ഉള്ളിലുള്ളത് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഓപ്പറേഷണൽ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റല് ഫേസ് ചെയ്യുന്ന പ്രവർത്തന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നോക്കിയേ. The main operational challenges faced by hospital can be broadly categorized into നമുക്ക് ഇത് മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ്, ഹോസ്പിറ്റൽസ് ഓപ്പറേഷണൽ ചാലഞ്ചസ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തേക്കാണ്. Okay, the main operational challenges faced by hospital. ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തന വെല്ലുവിളികള് നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈഡ്, കാറ്റഗറൈസ്ഡ് ആസ് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഇൻടു, നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ എഴുതിയേക്കണേ കുഞ്ഞക്ഷരാണ് അല്ലെ, കാണാൻ പറ്റുന്നുണ്ടോ? ആ നോക്കിയേ, ഫിനാൻഷ്യൽ ചാലഞ്ചസ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി. ഇല്ല, ഋഷിക്ക് കാണാൻ പറ്റാളേ? ഒന്ന് നോക്കിയേ, ഞാൻ വായിക്കുമ്പോ അത് വായിക്കാൻ പറ്റുണ്ടോ നോക്കിയേ. ഫിനാൻഷ്യൽ ചാലഞ്ചസ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി. ഒന്നാമത്തെ ചാലഞ്ച് ഏതാ പറഞ്ഞേക്കുന്നേ? ഫിനാൻഷ്യൽ ചാലഞ്ച്, സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളി. അതൊരു ഭയങ്കര കാര്യമാണ് അല്ലെ. ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി. അടുത്തത് പേഷ്യന്റ് സേഫ്റ്റി. അതും ഇതുപോലെ ഇമ്പോർട്ടന്റ് അല്ലേ, സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതായത് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അതില് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളൊക്കെ വരാതെ ഒക്കെ നമ്മള് എന്താ പറയാ, അതും നമ്മള് പേഷ്യന്റ് സേഫ്റ്റി എന്നുള്ളതും ഹോസ്പിറ്റൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മള് പ്രയോറിറ്റി ബേസിൽ നമ്മൾ പരിഹരിക്കണം. പേഷ്യന്റ് സേഫ്റ്റി. പിന്നെ അടുത്ത് നോക്കി എന്താണ്, റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് എമർജൻസി മാൻഡേറ്റ്സ്. മാൻഡേറ്റ്സ് എന്ന് വെച്ചാൽ ഊർജ ഉത്തരവുകൾ. എനർജി ആണല്ലേ? എനർജി, ശരിയാണ്. എനർജി മാൻഡേറ്റ്സ് എന്ന് വെച്ചാൽ അവിടെ ഊർജ ഉത്തരവുകൾ, അതായത് നിയന്ത്രണ മാനദണ്ഡങ്ങളും ഊർജ ഉത്തരവുകളും. ഓരോ കൺട്രോൾ മെഷേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എനർജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എനർജി മാൻഡേറ്റ്സ്. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി. അടുത്തൊരു പ്രശ്നമാണ് ഏതാണ്? ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി. Then patient satisfaction, പേഷ്യന്റിന്റെ സംതൃപ്തി. ഇതൊക്കെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ചാലഞ്ചസ് ആണ്, ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷണൽ ചാലഞ്ചസ്. ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഏതാണെന്ന് മാത്രം നോക്കി വെക്കാം. ഏതൊക്കെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് എനർജി മാൻഡേറ്റ്സ്, patient safety, then financial challenges and hospital productivity. Okay, അത്രയും കാര്യങ്ങള് ഇന്ന് തന്നെ എല്ലാവരും ഒരു പ്രാവശ്യം വായിച്ചാൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം എല്ലാവരും വായിച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും, വെള്ളിയാഴ്ച നമ്മൾ എടുക്കുള്ളൂ, അപ്പോഴത്തേക്കും മറന്നു പോകും നമുക്ക്.
നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നതാണ്, അപ്പൊ പറഞ്ഞതുമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ലാസ്സിൽ കയറിയവർ വായിച്ചു വെക്കുക കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, ഒന്നും റിഫൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സെക്ഷൻ ചാപ്റ്റർ 2? ഉണ്ടോ? കുറെ എഴുതിയിട്ടുണ്ട്, പക്ഷെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് അല്ലേ? വലിയ വലിയ സെന്റൻസ് ആണുള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്തിരി കലാപരമായിട്ടൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. കാര്യം സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.